ഹലോ. അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഏട്ടൻ വരുമ്പോൾ നല്ല മത്തി ഉണ്ടായിരുന്നു, കുഞ്ഞു മത്തി. അപ്പോൾ അതും റേഷനരിയുടെ ചോറും മത്തി പൊരിച്ചതും ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് ചായ ഇടലാണ്. മോള് വന്നിട്ട് ഓരോരോ വിശേഷങ്ങളിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ആദ്യം ക്യാമറ അവിടെ ഓണാക്കിയത് കണ്ടിട്ടില്ല, പിന്നെയാണ് കണ്ടത്. പിന്നെ അവൾക്ക് എന്തോ പോലെയായി. അപ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ ചോദിക്കലാണ്, എന്നാ മീൻ അത് എന്നാ ചെയ്യുന്നതെന്നല്ല ഇങ്ങനെ ചോദിച്ച് എൻ്റെ അടുത്ത് തന്നെ പറ്റിക്കൂടി ഇരിക്കലാണ്. അവൾക്ക് ഈ മത്തീനോട് വലിയ താല്പര്യമൊന്നുമില്ല. മത്തിയിലുണ്ടാവുന്ന ആ മത്തീൻ്റെ മുട്ട ഇണറ് അതിനോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പിന്നെ മത്തി ഉണ്ടാവും, പിന്നെ റേഷനരിയുടെ ചോറും മത്തി മാത്രം മതി. അപ്പോൾ അതിനിടയ്ക്ക് ചായ വെച്ചിട്ട് വേഗം ഏട്ടന് കൊടുത്തിട്ട് വേണം എനിക്ക് മീൻ കറിയാക്കാൻ. അതിൻ്റെ ഒരു തിരക്കിലാണ് ഞാൻ. മോൻ കുറച്ച് സമയം അവിടെ ഇരിക്കുന്ന സമയത്ത് വേണം പെട്ടെന്ന് ചോറും കറിയാക്കി എനിക്ക് കുളിച്ച് പിന്നെ മോനെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോൻ ഉറങ്ങുന്നുണ്ടേനു, അപ്പോഴത്തേനും മോൻ എണീറ്റ് വന്നു. പിന്നെ ഏട്ടൻ വന്നതുകൊണ്ട് വലിയ ടെൻഷനില്ല, മോനെ അങ്ങ് കൊടുത്ത് എനിക്ക് ജോലി അങ്ങ് എടുക്കാം. അപ്പോൾ മോളങ്ങനെ ചായയൊന്നും കുടിക്കൂല. അവൾ ചിക്കൻ റോൾ ആദ്യം തിന്ന്, അതാണ് 2 കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇതാ നല്ല മത്തി, അതിങ്ങനെ പൊരിച്ച് കുറച്ച് കറിവേപ്പിലെല്ലാം ഇട്ട് പൊരിച്ച് ഇങ്ങനെ എടുക്കലാണ്. ഞാനിവിടെ കൂടുതലായിട്ടും ചെറിയ ഉള്ളിയാണ് ചേർക്കുക. ചെറിയ ഉള്ളി ഇട്ട് മീൻ മുളക് ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചെറിയ ഉള്ളി കളയാൻ നേരമുള്ള സമയത്ത് ചെറിയ ഉള്ളിയാണ് കൂടുതലായിട്ട് ചേർക്കുക. വെല്ലുള്ളി ഇടുന്നതിനെക്കാട്ടും ടേസ്റ്റാണ് ചെറിയ ഉള്ളി ഇട്ടാൽ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചെറിയ ഉള്ളി നല്ലോണം ഇട്ടിട്ട് മീൻ മുളക് ഇട്ടതൊക്കെ നല്ല ടേസ്റ്റാണ്. അത് നല്ല വറ്റിച്ചെടുക്കണം. അപ്പോൾ പൊരിച്ച മീൻ അപ്പുറത്ത് റെഡിയായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചൂട് ചോറും മീൻ മുളകിട്ടതും പൊരിച്ച മീനും കൂട്ടി ചൂടോടെ രാത്രി തിന്നാൻ നല്ല ടേസ്റ്റാണ്. എപ്പോഴും ഇങ്ങനെ ആഗ്രഹമെല്ലാം ഉണ്ടാവും ചൂടോടെ രാത്രിയിലും ഫുഡ് കഴിക്കണം എന്നെല്ലാം. ഒരു വശത്ത് മടിയും ഒരു വശത്ത് മോനും ഉള്ളതുകൊണ്ട് അതൊന്നും നടക്കലില്ല. പിന്നെ ഇത് രാവിലെ ഏട്ടനാട അയൺ ചെയ്ത് വെച്ചത് ഇപ്പം ഞാൻ എടുത്ത് ഉണ്ടാക്കുന്നു. അതാ ഞാൻ പറഞ്ഞ മടി. പിന്നെ ഒന്നും മോയെ. അതിനിടയ്ക്ക് ഇതാ മീനെല്ലാം സെറ്റായി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അപ്പം തന്നെ അവിടെ അടച്ച് വെച്ച് എന്നിട്ട് ചോറ് തിന്നാൻ നോക്കുമ്പോൾ എടുക്കുമ്പോഴത്തേനും നല്ല സെറ്റാവും. അപ്പുറത്ത് മീൻ പൊരിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേനും ഞാൻ ഓടിപ്പോയി കുളിച്ച് വന്നു, ഫുഡ് കഴിച്ചു. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.